ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് റാഗി വെച്ച് അടിപൊളി ഒരു പലഹാരം അല്ലെങ്കിൽ ഒരു അലുവ ഉണ്ടാക്കിയാലോ? അപ്പോൾ കമാൺ. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് റാഗി 6 അവേഴ്സ് സോക്ക് ചെയ്ത് വെച്ചു. 1 കപ്പ് റാഗിക്ക് 1 കപ്പ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതായത് പാല് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രോസസ്സ് ഒരു 3 ടൈംസ് നമ്മൾ ചെയ്യുക. 3 ടൈംസ് ഇതുപോലെ പാല് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഓരോ കപ്പ് വാട്ടർ ആഡ് ചെയ്ത് അപ്പം നമുക്ക് കുറച്ച് അളവിൽ ഈ പാല് മാത്രമായിട്ട് കിട്ടും. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ശർക്കര ഇതുപോലെ കുറച്ച് പാനീയം ആക്കിയെടുത്ത് മാറ്റി വെക്കുക. ഞാനിവിടെ ക്യാനിൽ കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അതാണ് കിട്ടാൻ കുറച്ചുകൂടെ ഈസി. അതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഉരുക്കിയ ശർക്കര ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ഈ അലുവ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. വെരി സിമ്പിൾ. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഇളക്ക് നിർത്തുക. ഇതെനിക്കൊരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി എത്തും. അതിനുശേഷം നെയ്യ് ചേർക്കുക. ഞാനൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചതും കുറച്ച് നട്ട്സും ചേർത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടി. ദെൻ ഈ മിക്സ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതൊന്ന് ലെവൽ ചെയ്യുക. എനിക്കൊന്ന് ഞാൻ ഒഴിച്ചപ്പം കുറച്ച് കൂടിപ്പോയി. ഒന്ന് ലെവൽ ചെയ്ത് അതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ഇട്ടിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുക. ഞാനിവിടെ രാത്രി വെച്ചിട്ട് രാവിലെയാണ് എടുക്കുമ്പോൾ ഇത് സെറ്റായിട്ടുണ്ടായിരുന്നു. ഇഷ്ടമുള്ള സൈസിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. ഞാൻ 3rd ടൈമാണ് ഈ ഒരു സ്നാക്ക് വീട്ടിലുണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. റാഗി അല്ലാതെ കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളങ്ങ് കഴിച്ചു പോകും. സ്വീറ്റ് ക്രേവിങ്സ് ഉള്ളവർക്ക് നല്ലൊരു ഐറ്റം ഇത്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ? ഇങ്ങനെ കണ്ടോ? ഭയങ്കര രസമുണ്ട് ഇത് കാണാനേ. ഇത് കാണാനും ഭയങ്കര രസമുണ്ട്. ഇത് കഴിക്കാനാണെങ്കിലും അലിഞ്ഞു പോന്നു, അത്രയ്ക്ക് സോഫ്റ്റാണ്. കണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞതല്ല, അത്രയ്ക്കും സോഫ്റ്റാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. നമ്മൾ നാക്കിലോട്ട് വെച്ചാൽ തന്നെ അലിഞ്ഞു പോകും. ഉണ്ടാക്കാനായിട്ട് ഒരു 30 മിനിറ്റ്സ് മതി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെ തിന്നുകൊണ്ടേയിരിക്കും. അപ്പം ബൈ ബൈ.